ഇന്ന് താഴെ വന്നപ്പം ആൾക്കാരൊക്കെ നടന്നു വരുന്നേ, വടിയൊക്കെ കുത്തി. ആക്ച്വലി താഴെ പാർക്കിംഗ് ഉണ്ട്, പാർക്കിങ്ങിൻ്റെ ഒക്കെ വഴിയാണ്. അപ്പോൾ വേറെ വഴിയും വരായിരുന്നു അങ്ങനെ സംഭവം. ഇവിടുന്ന് കച്ചവടത്തിനൊക്കെ വെച്ചേക്കുന്നു. क्या है, टेस्ट क्या है इसका? स्वीट है और ये स्वीट है, ये स्वीट है. कितना है? 20 rupees. ഇത് വേണോ അളിയാ? അളിയാ ഇത് വേണോ? വേണ്ട. എന്തൊരു മധുരമൊന്നുമില്ല, ഒരു പൊളി മധുരം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ച എന്താന്ന് പറഞ്ഞൂടാ എന്ത് സാധനം. നമ്മൾ അങ്ങനെ റോഡ് ബ്രിഡ്ജിന് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. എക്സ്ക്ലൂസീവ് കണ്ടന്റ്. അതെ അതെ അതെ, ഓൺ മധുസഞ്ചാരി. യാ നൈസ് വഴി കേട്ടോ. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പും, വൈകുന്നേരത്തെ ലൈറ്റ് അറിയാമല്ലോ, നൈസ് ലൈറ്റ്. ആ ലൈറ്റിലും ഒക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട്, ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അടുക്കി വെച്ചേക്കുന്നത് എല്ലാം. ടിക്കറ്റ് ഉണ്ട് 20 രൂപ ഒരാൾക്ക്, ക്യാമറയ്ക്കും 20 രൂപ. 40 രൂപ അല്ലേ, സോറി 40 രൂപ, ക്യാമറയ്ക്ക് 20 രൂപ. അങ്ങനെ സംഭവം. ക്യാമറയ്ക്ക് 20 രൂപ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ മരത്തെ വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ കുഴപ്പമില്ല, നമുക്ക് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. താഴെ ചെന്നാലും ആ നൈസ് സ്ഥലമെത്തി, നമ്മൾ സ്ഥലമെത്തി. ഇതാണ് സ്ഥലം. നല്ല തിരക്കാട്ടോ. ആദ്യമായിട്ട് സ്ഥലത്ത് നിന്ന് നല്ല തിരക്കുണ്ട്. നമ്മൾ ഇത്ര ഇന്നലെ ഇന്നൊക്കെ വന്നിട്ട് എന്താണോ ഇവിടെ എത്ര തിരക്ക്. ഇങ്ങോട്ട് ഇറങ്ങണോ? ആ ഓക്കെ ഫോട്ടോ എടുക്കാം. ജ്യൂസാണ് തെന്നിപ്പോയ തടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ താഴെ എത്തി. വലിയ തെന്നലില്ല കേട്ടോ, നമ്മൾ കാണുമ്പോൾ തിന്നില്ലാന്ന് തോന്നുന്നു, വലിയ സീനില്ല. അതാണ് ബ്രിഡ്ജ്. പൊട്ടിമണി മറിയും, അതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഈ താഴെ വെള്ളം വലിയ സീനൊന്നുമില്ല, ആരും ഇറങ്ങുന്നൊന്നുമില്ല, വലിയ ആഴമൊന്നുമില്ല, ഭയങ്കര തിരക്കാട്ടോ. പക്ഷെ എല്ലാ രീതിയിലും എല്ലാ സൈഡിൽ നിന്ന് ആൾക്കാരൊന്നും ഫോട്ടോ എടുക്കുന്നുണ്ട്. വേണ്ട, നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇനി ബ്രിഡ്ജിൽ കയറണം. വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നുന്നു, പക്ഷെ ആരും അങ്ങനെ ഇറങ്ങി കുളിക്കുന്ന പരിപാടിയൊന്നുമില്ല, തിരക്കായോണ്ടായിരിക്കാം. ഇവിടെ നല്ല അത്യാവശ്യം ഒരു ഫോട്ടോ പോയിന്റ് കേട്ടോ. താഴെ നിന്ന് ബ്രിഡ്ജിൻ്റെ കിട്ടുന്ന ആകെ ഈ ഒരു പാറയും ആ ഒരു പാറയേ ഉള്ളൂ. ഈ ഒരു പാറയും നമ്മളിവിടെ നിന്ന് ഫോട്ടോ എടുത്തു. ഇനി ഇതിന് മേളിൽ കയറി ഫോട്ടോ എടുക്കണം. ഇത് വെറുതെ കിടന്ന് പോകുന്നു കുറേ നേരമായി. സോ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ബ്രിഡ്ജിലേക്ക് കയറി. ഒറ്റ മരം കേട്ടോ, അതിൻ്റെ റൂട്ട്സ് കൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ താഴെ വെള്ളം. ಜಾಗಕ್ಕೆ ಬಂದ್ಮೇಲೆ ಅದು ಬೇರೆನೇ ಇರುತ್ತಲ್ವಾ. അവിടെയും കുറേ വെള്ളമുണ്ട്. സീനൊന്നുമില്ല, നല്ല സ്ട്രോങ് ആണ് സാധനം. അറിയാമല്ലോ, മരത്തിൻ്റെ പേരായിരിക്കുമല്ലോ. നമ്മൾ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ഏരിയയിലേക്ക് വന്നാണേ. അവിടെ ഇപ്പോൾ ലൈറ്റ് കുറേ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഫോട്ടോ ഒക്കെ എടുക്കാൻ കൊള്ളാം. ഇറങ്ങാൻ കുറച്ച് റിസ്ക്. പിന്നെ എപ്പോൾ ഒന്നും തന്നെ വരാം. ഓക്കെ എത്തി. ഇങ്ങനെ അങ്ങോട്ട് കിടക്കുക. വെള്ളമുള്ളപ്പോൾ നല്ലൊരു വെള്ളം കാണും ഇവിടെ, മഴയില്ലാത്തതാണ് ഇപ്പം. ഇത് ആക്ച്വലി ഒരു വില്ലേജ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ പേര് നോമറ്റ് വില്ലേജ് എന്ന് അങ്ങനെ എന്തോ ഒരു പേര്. അപ്പം അവിടെയാണ് ഈ ഒരു റോഡ് ബ്രിഡ്ജ് ഉള്ളത്. ആ വില്ലേജ് കഴിഞ്ഞും കയറാണ്. ഇത് മേളിലേക്കും കുറച്ചുണ്ട്, വ്യൂ പോയിൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മേഘാലയ 2
റോഡ് ബ്രിഡ്ജ് ഉണ്ട് മെയിനായിട്ടുള്ളത്. ഇതും വേറൊരെണ്ണമാണ് മെയിനായിട്ടുള്ളത്. മറ്റേതെന്ന് പറഞ്ഞാൽ അതൊരു ഡബിൾ ഡെക്കർ ബ്രിഡ്ജാണ്. അത് നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ഒരെണ്ണം കൂടെ ഉള്ളത്, ഇതിൻ്റെ മേലെ ഒരെണ്ണം കൂടെ അങ്ങനെ നിൽക്കും. അത് മിക്ക വ്ളോഗേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ ഇവിടുത്തെ വീഡിയോ അങ്ങനെ ആരും എടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ റോഡ് ബ്രിഡ്ജിൻ്റെ വീഡിയോ മിക്കവരും എടുത്തിട്ടുള്ളതാണ്. അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നല്ല നൈസാണ്, നല്ല ആംബിയൻസ് ആണ്, കാം ആൻഡ് ക്വയറ്റാണ്. അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ റോഡ് ബ്രിഡ്ജിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ ആയിക്കോട്ടെ. ഇവിടെ പ്രത്യേകിച്ചല്ല, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറേ നേരം നിന്നു. ഒരു 1 hour പിന്നെ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. പിന്നെ ഇവിടെ കുറേ പേര് വടിയൊക്കെ നടപ്പുണ്ട്. എൻ്റെ വലിയ കാര്യമൊന്നുമില്ല, അവിടെ നടക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് മേലിലേക്ക് പോവാം. ഇപ്പോൾ അവിടെയായിരുന്നു, അവിടെ നിന്ന് വന്നു മേലേക്ക് പോവാം. 4:30 5 മണി വരെ ശാന്തമായിരുന്ന ഗ്രാമം ഇപ്പോൾ കൊതുകുകളാൽ മൂടപ്പെട്ട്. കൊതുക് കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പോകുന്നു. ഭയങ്കര കൊതുക്. സ്റ്റെപ്പ് വരെ തണയ്ക്കുന്നു. അപ്പോൾ വേറൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വില്ലേജ് കാഴ്ചകൾ മാത്രം. ഇവിടുത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞു. എല്ലായിടത്തും വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും വേസ്റ്റ് കളയുക. ഇവിടെ വൃത്തിയേടാക്കാനേ തോന്നിയാലോ. കാര്യം അത്ര നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒരു പേപ്പർ പോലും നമുക്ക് ഇടാൻ തോന്നില്ല. അപ്പം നമ്മൾക്ക് പരിപാടി കഴിഞ്ഞു. നമുക്ക് പോയേക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൗണിൽ വന്ന അടുത്ത് പോങ്ടങ് എന്ന് പറഞ്ഞ ടൗണ്. ഇവിടെ ഫുഡ് ഭയങ്കര സീനാട്ടോ. ഫുഡ് കിട്ടാനേ ഇല്ല. നമ്മൾ കുറേ നടന്ന് നിലവൊന്നും ഇല്ല. അവസാനം ഇതൊരു ടൗണിൽ കിട്ടി. ഇപ്പം സ്റ്റേ ഇവിടെയാണ് തീരുമാനിച്ചില്ല. കാര്യം വേറെ ഇനി പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇനി എനിക്കൊന്ന് ഷില്ലോങ്ങിലോട്ട് പോകണം. ഇന്നലെ നമ്മൾ താമസിച്ച ദൗക്കിയിൽ അങ്ങനെ സ്റ്റേ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. നമുക്ക് ഭാഗ്യത്തിന് ഒരെണ്ണം കിട്ടിയതാണ്. അപ്പം അതൊക്കെ അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരുതിക്കോണം കയ്യിൽ. ബിസ്ക്കറ്റോ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ വിശന്നിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ വന്നപ്പോൾ വഴി ഞാൻ കാണിച്ചില്ല. ഫുൾ ബോർഡറിൻ്റെ ഏരിയ ഒക്കെ ആയിട്ടുള്ളത് അതുപോലത്തെ ഏരിയാസാണ് കൂടുതലും. അപ്പം വില്ലേജ് ടൈപ്പൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും കിട്ടും ചിലപ്പം. അപ്പോൾ ഞങ്ങളിവിടെ ബ്രിഡ്ജ് കാണാൻ ചെന്നപ്പോൾ അവിടെ കുറച്ച് ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കിട്ടും. ഹെവി ആയിട്ടൊന്നും പ്രതീക്ഷിക്കരുത്, കിട്ടിയെന്ന് വരത്തില്ല. നമ്മളിപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഫുഡ്. നമ്മുടെ ഫുഡ് വന്നു. ബട്ടർ ചിക്കൻ കറി, ഇതുപോകെ റൊട്ടി, അച്ചാറ്, സാലഡ്. ഇനി കഴിച്ച് നോക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ മേഘാലയ ട്രിപ്പ് ഡേ 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ താമസിച്ച ഇവിടെയാണ്. പോങ്ടോങ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗണാണ്. നമ്മൾ ഫുഡ് വെച്ച റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. നമ്മൾ താമസിച്ചത് ഈ ചെറിയൊരു ഹോം സ്റ്റേയിലാണ്. ഇവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഹോം സ്റ്റേ ഒക്കെ കുറവാണ്. ഈ ഓപ്പോസിറ്റുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അതൊക്കെ ഫുള്ളായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് നിന്നൊരു ഹോം സ്റ്റേ ഉണ്ട്, അതെല്ലാം ഫുള്ളായിരുന്നു. വേറെ ഒന്നുമില്ല ഇവിടെ ഏരിയയിൽ. ചെറിയ ടൗണാണ്. ഇനി ഇവിടുന്ന് ഷില്ലോങ് ഉള്ളെന്ന് തോന്നുന്നു, ഏറ്റവും നല്ല അടുത്ത ടൗൺ. അവിടെ നിന്ന് 2 hours ട്രാവലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി പോകുന്ന വഴിക്ക് ഇന്നത്തെ പ്ലാനൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ചിലപ്പം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ സ്പോട്ട് ഉണ്ടെങ്കിൽ കയറും, അങ്ങനത്തെ പ്ലാനാണ്. ഫ്ലൈറ്റ് രാത്രി 11 മണിക്കാണ്, 12 മണിക്കാണ് നമുക്ക് അവിടുന്ന് ഗുവാഹട്ടിയിൽ നിന്ന്. അപ്പം ഇവിടുന്ന് ടോട്ടലി ഒരു 5 hours മിനിമം ഉണ്ട് ട്രാവൽ. അപ്പം നമുക്ക് ബാക്കി അപ്ഡേറ്റ്സ് പോകുന്ന വഴിക്ക് തരാം. ബൈ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് നമ്മൾ മറ്റേ ന്യൂസ് അറിഞ്ഞത് എൻ്റെ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ച് അടിച്ചു എന്നുള്ള സാധനം നമ്മൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞേ. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞത്. അപ്പം നമുക്ക് ഇവർക്ക് ലേയിലൊക്കെ ഇപ്പം പ്ലാൻ ഉണ്ടായിരുന്നു. അതൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം നോക്കി നമ്മൾ സന്തോഷിച്ചിരിക്കുമായിരുന്നു. അവർ എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുമായിരുന്നു. അപ്പം ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്. ഇവരവിടെ വർത്തനൊക്കെ പറഞ്ഞിരിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി. അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ കുറേ ഹോം സ്റ്റേ ഇതിനുള്ളിലേക്കുള്ളത്. അതിൻ്റെ റിസപ്ഷനാണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ നല്ല അത്യാവശ്യം സ്റ്റേ ചെയ്യാൻ പറ്റും. സ്ഥലം എന്ന് പറഞ്ഞാൽ പോങ്ടോങ് എന്ന് പറഞ്ഞ ചെറിയൊരു സിറ്റി.
അറിയാത്ത പണിക്ക് നിൽക്കണോ? കൂബ്ലായ് എന്ന് വെച്ചാൽ താങ്ക് യു ഇൻ കാസി ലാംഗ്വേജ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലൈറ്റ്ലം ക്യാനിയൻ, അതായത് ഇൻ കാസി ഇൻ മീൻസ് എൻഡ് ഓഫ് ദി ഹിൽസ്. ലൈറ്റ്ലം ക്യാനിയൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഇവിടെ. പക്ഷേ നല്ല കോടയാണ്, അതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. തണുപ്പ് ഉണ്ട് ഇവിടെ അത്യാവശ്യം. പിന്നെന്തായിരുന്നു, ഇവിടുന്ന് ബംഗ്ലാദേശിൻ്റെ ഒക്കെ എന്തോ പ്ലെയിൻസൊക്കെ കാണാൻ പറ്റുമെന്നാണ്, ക്ലിയർ സ്കൈ ആണെങ്കിൽ, ക്ലിയർ ക്ലൈമറ്റ് ആണെങ്കിൽ. പക്ഷെ ഇപ്പോൾ ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും വന്നു ജസ്റ്റ് നമുക്ക് കാണാം എന്തുണ്ടെന്ന്. ഇവിടെ രണ്ട് പൊട്ടന്മാർ സാധനം കയ്യിലുണ്ടെന്ന് വെച്ചുണ്ട്. സാധനം ഒന്നും കയ്യിലെന്ന് എല്ലാവരും പറയും. നമ്മളിവിടെ ഒരു ചായ കുടിക്കാൻ ഒരു കട കയറുക. നൈസ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ചേച്ചി നമുക്കവിടെ ടാസ മിൽക്ക് യൂസ് ചെയ്ത് മിൽക്ക് പാലെടുക്കും, ചായ എടുക്കുന്നു. 20. कितना बनाया? 3 cup. കുഴപ്പമില്ലേ. എന്തായിരുന്നു ഇവിടെ പിന്നെ വരുന്ന ആൾക്കാരെ നോക്കേണ്ട ഒരു കാര്യം, ക്യാഷ് കയ്യിലെടുക്കാൻ നോക്കുക. GPay ഒന്നും എല്ലായിടത്തൊന്നും ഇല്ല, ഉണ്ടെങ്കിലും റേഞ്ചും കാണത്തില്ല. അപ്പം പിന്നെ ചേഞ്ചും കൊണ്ടുവരിക. നമുക്ക് നമ്മുടെ ചേഞ്ച് ഇപ്പോൾ 2 ദിവസമായിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒപ്പിച്ചൊപ്പിച്ചാൽ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ആദ്യം ചോദിച്ചിട്ട് സാധനമൊക്കെ വാങ്ങാവുള്ളൂ. ഇവിടെ കാസിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ പോലെ ചായ് ഹിന്ദിയിലാണെങ്കിൽ പോലും അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്തായിരുന്നു ചേട്ടാ? ഷാദൂത്ത് എന്ന് പറഞ്ഞാൽ പാൽ ചായ. ഷസാവ് എന്ന് പറഞ്ഞാൽ ഷസാവ് ഷാദൂത്ത്. എടുത്തു. ഷസാവ് എന്ന് വെച്ചാൽ കട്ടൻ ചായ, ഷദൂത്ത് എന്ന് വെച്ചാൽ പാൽ ചായ. ഹർജി ഷദൂത്ത്. ഓക്കെ. Milti shadut. ഓക്കെ. താങ്ക് യു എന്താന്ന് പറഞ്ഞേ? Thank you Kublai. Thank you Kublai means thank you. Baby. Kallung. Hello എന്ന് വെച്ചാൽ ബേബി കേട്ടോ, കുഞ്ഞിനെ വിളിക്കുക. ഇങ്ങോട്ട് കുഞ്ഞിനെ വിളിക്കാൻ ഇങ്ങോട്ട് വരാനല്ലേ വിളിക്കുന്നത്? വാടയോ? വാട. ഓക്കെ. കൊച്ചലെ തെറിയും വിളിക്കും. കൊച്ചു മേടിച്ചോണ്ട് കൊച്ചു മേടിച്ചു. നീ പോടാ, നീ പണ്ടേ വിടാ. ഭയങ്കര ഭീകര സത്വത്തിന് പേടിക്കണ്ട, പേരൊന്നും ചെയ്യില്ല. നമ്മുടെ ഷദൂത്ത് വന്നിരിക്കുന്നു. 3 ഷദൂത്ത്. സാധനം കയ്യിലുണ്ടോ? കൊള്ളാം. നമ്മുടെ നമ്മുടെ ലേ പ്ലാൻ ഏകദേശം ഡ്രോപ്പ് ആയിട്ടുണ്ട്. പറഞ്ഞോളൂ, എന്താണ്? ലേയുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. ശ്രീനഗർ ഫ്ലൈറ്റൊക്കെ ഓൾറെഡി നേരത്തെ ക്യാൻസലായി. ഞങ്ങൾക്ക് ഇതുവരെയും തോന്നുന്നു ഫ്ലൈറ്റ് ക്യാൻസൽ ആയില്ലെന്ന് ഓർത്തോണ്ടിരുന്നു. പക്ഷെ ഇപ്പം മെസ്സേജ് വന്നു ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയില്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ അവിടുത്തെ എയർ സ്പേസിൽ അടയ്ക്കും. അപ്പം ഞങ്ങൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റാൻ പോവാണ്. ഒന്നെങ്കിൽ മണാലി കുളു, അല്ലെങ്കിൽ തവാങ് നല്ലൊരു ലൊക്കേഷനാണ്. അപ്പം തവാങ് പിടിക്കാം ആലോചിക്കുന്നു. എന്ത് പറയാനാ ബ്രോ, വളരെ ദൗർഭാഗ്യകരം. ഞങ്ങളുടെ ലേ പ്ലാൻ ഇതോടെ തീരുമാനമായി. ബട്ട് സാഗർ പറഞ്ഞ പോലെ ഞങ്ങൾ ആൾട്ടർനേറ്റ് പ്ലാൻസ് നോക്കുന്നുണ്ട്. എന്താണെങ്കിലും ഞങ്ങൾ ആദ്യം ശ്രീനഗർ ക്യാൻസൽ ചെയ്തു, അത് പോയി. അത് കഴിഞ്ഞ് ഇപ്പോലെയും ക്യാൻസലായി. ബട്ട് ഫോർ എ ഗുഡ് റീസൺ, അറ്റ്ലീസ്റ്റ് ഫോർ അസ്. സോ അതുകൊണ്ട് വി ആർ ഹാപ്പി. ഐ ആം നോട്ട് ഹാപ്പി. നോട്ട് ആൻ ഇന്ത്യൻ. ഞാനും ഹാപ്പി അല്ല. ഇന്ത്യൻ മാൻ. കുറച്ച് ഹാപ്പി, കാര്യം ഇവരെൻ്റെ കൂടെ വരുന്നില്ല. ഇവരെന്നെ നേരത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവരാ. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയുന്നില്ല. അത് നിനക്ക് തന്നെ ഒരു വ്ളോഗായിട്ട് എടുക്കുന്നു. ഞങ്ങൾ പോകുന്നതും അത് കഴിഞ്ഞിട്ട് നീ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുമായിട്ട് ഇങ്ങനെ അവർ പോയി എന്ന് പറഞ്ഞു. നമ്മൾ ചായ കുടിച്ചിറങ്ങി. എവിടെ പോയാലും വ്യൂ ഒന്നുമില്ല, കാര്യം ഫുള്ള് കോടയാണ്. കോട കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വ്യൂ ഒക്കെ കുറവായിരിക്കും. എന്നാലും നമുക്ക് ക്ലൈമറ്റ് അടിപൊളി ആയതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം.
ആൾക്കാരൊക്കെ കുറവാട്ടോ. നമ്മൾ ആകെ ഇവിടെ വന്നേ പിന്നെ തിരക്കുള്ള കണ്ടത് ഇന്നലെ അല്ലേ ഏട്ടായി? റൂട്ട് പിടിച്ച് പോയപ്പോഴാണ് തിരക്ക്. ഇന്നലെ തിരക്ക് ഞാൻ കാണിച്ചില്ലേ, അത്ര തിരക്കേ ഉള്ളായിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ വന്നത്. ബാക്കി ഒരിടത്തും സീസൺ അല്ലാത്തത് കൊണ്ടാവാം, ബട്ട് എനിവേ തിരക്ക് പൊതുവെ കുറവാണ് കണക്കിന്. ഇതാണ് വ്യൂ. ഇത്ര ഹൈറ്റിൽ കയറിയിട്ട് കണ്ട അങ്ങ് താഴെ വരെ. ഇവിടെ ഫെൻസിങ് ഒക്കെ ഉണ്ട് കേട്ടോ, തട്ടിക്കൂട്ട് ഫെൻസിങ്. എന്നാലും ഭയങ്കര ഡേഞ്ചറാണ് അങ്ങോട്ട്. ഇവിടെ അങ്ങനെ സെക്യൂരിറ്റീസ് ഒന്നും ഇല്ല അങ്ങനെ നോക്കാൻ. പാരൻസ് പോയി കഴിഞ്ഞാൽ താഴേന്നേ വരാൻ പറ്റത്തുള്ളൂ. ഓഫ് കോഴ്സ് താഴെ കണ്ടോ, ഇത് സീപ്പാന്ന് നേരെ താഴെ ചെല്ലും. അവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ. ഇപ്പം ഇവിടെ സെറ്റൊക്കെ ആയി വരുന്നേ ഉള്ളതെന്ന് തോന്നുന്നു, അതോ ഇത് പിന്നെയും ചെയ്യുന്നതാണെന്നറിയില്ല. പക്ഷെ എന്താണേലും ഇവിടെ ബാലൻസ് പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഒന്ന് ചെറുതായിട്ട് പോയതാണ്, ഞാൻ പറഞ്ഞേ കാണിച്ചുതരാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കുഴിയാണ്, അങ്ങോട്ട് പോകും, പിടിച്ചാൽ കിട്ടില്ല, കാറ്റുമുണ്ട്. അതെ അതെ അതെ. നമ്മൾ നടന്ന് ഒരറ്റത്തേക്ക് വന്നു. അലക്സ് ബ്രോ അവിടെ നിൽപ്പുണ്ട്. ആ കാണുന്നത് അലക്സ് ബ്രോയാണ്. ഓക്കെ, എനിക്കൊരു വീഡിയോ ആണ്. അയ്യോ എന്നെ വാവ് വാവ്. കോട കയറുന്നുണ്ടോ? എന്തേരെയാന്ന് നല്ല സ്പീഡിൽ അടിക്കുന്നത്. കണ്ടോ. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇവരുടെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും. ചേട്ടേ ഇങ്ങോട്ട് നോക്ക് ആരൊക്കെയാന്ന്, നേരത്തോട്ട് നോക്ക്. ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഇവർ ടൂറിസമൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, നല്ല ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ കാണിച്ചില്ല എവിടെയൊക്കെ ഇവിടെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നേ ഉള്ളൂ. പക്ഷേ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കാര്യത്തിൽ മേഘാലയ മേഘാലയയിൽ ഇതുണ്ടോ, ഇങ്ങനെ എല്ലാ സ്പോട്ടിലും അവർ ഓരോരോ സ്പോട്ടിൽ ഇങ്ങനെ വേസ്റ്റ് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെ ഇല്ലാത്തൊരു സാധനം ഇത്, മിക്കടത്തും ഈവൻ ടൂറിസ്റ്റ് പ്ലേസ് പോട്ടെ, പബ്ലിക് റോഡിലാണെങ്കിൽ പോലും നമുക്കൊരു വേസ്റ്റ് കളയാനൊരു സ്ഥലമില്ല. പരാജയം തന്നെയാണ് എന്ത് പറഞ്ഞാലും. പക്ഷേ ഇവിടെ ആ കാര്യത്തിൽ നൈസാണ്, നമുക്ക് വേസ്റ്റ് കളയാനും തോന്നുന്നില്ല, പ്രോപ്പറായിട്ട് കളയാൻ സ്ഥലമുണ്ട് കാര്യം. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് വേസ്റ്റൊക്കെ ഇരിപ്പുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ, അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ കൊണ്ട് കളയാം. പക്ഷെ നമുക്ക് അവിടെയാണെങ്കിൽ അത് പറ്റില്ല. ദാറ്റ്സ് ദ ഡിഫറൻസ്. മറ്റാരും നടക്കാത്ത വീതികളിൽ കൂടെ നമ്മൾ പ്രാന്തന്മാരെ പോലും നടക്കാൻ അൺഎക്സ്പ്ലോർഡ് ലൊക്കേഷൻസ് ഇൻ മേഘാലയ. മിസ്റ്റർ സാഗറിനൊപ്പം മിസ്റ്റർ അലക്സ് ആൻഡ് മിസ്റ്റർ ദേവൻ റിപ്പോർട്ടിങ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അല്ലേ, എൻട്രി ഫീ 10 രൂപ ഈച്ച് പേഴ്സൺ. പക്ഷെ എവിടെ അറിഞ്ഞൂടല്ലോ കയറുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒന്നും ഇല്ല, കുറേ വ്യൂ ഒക്കെ കണ്ടു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോയേക്കാം. ഇനി അടുത്തത് എങ്ങോട്ടെന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ഗുവാഹട്ടിക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകുന്ന വഴിക്കാണിത്. ഓക്കെ, അപ്പോൾ സീ യു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഗസ്റ്റൊക്കെ ഉണ്ട്. ഫുള്ള് നല്ല കോട കണ്ടോ, ഇഷ്ടം നിറച്ച കോടയാണ്. കോട വണ്ടി പോലും ഓടിക്കാൻ പറ്റില്ല, അമ്മാതിരി കോടയാണ്, കാണാൻ പറ്റില്ല പിന്നെ വണ്ടി. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇവിടുത്തെ. നമുക്ക് തിരിച്ച് വണ്ടി കയറി പോയേക്കാം.